ഹായ് ഗേയ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പുനലൂരിൽ നിന്ന് പത്തനാപുരം പാതിരിക്കിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ എളുപ്പം റെഡിയായി. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അങ്ങനെ ഉത്സവത്തിനായിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ഒരുങ്ങി പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ എടുത്ത വീഡിയോ ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അങ്ങനെ ശ്രീ ധർമ്മശാസ്ത അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് എത്തിയത്. കെട്ടിയാഴ്ചകൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പെട്ടെന്ന് വന്ന് ക്ഷേത്രത്തിന് ചുറ്റും തൊഴുതു. ഭഗവാനെ നിറയെ കണ്ടു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു സർപ്പക്കാവുണ്ട്, അതിൻ്റെ അകത്തും കയറി തൊഴുതേച്ച് ഞങ്ങൾ ആനയൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്ത് പരിസരത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഓരോ കെട്ടിയാഴ്ചകളും വരുന്നതിൻ്റെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പറയിടയിലും ഭഗവാനെയും കൊണ്ട് ആന എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ മോന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഉത്സവത്തിന് ആൾ കുറവായിരുന്നു. ഇന്ന് തലൂർ അമ്പലത്തിലെ തലൂർ പൂരമായതുകൊണ്ട് അവിടെ ഇന്ന് ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ ആൾ കുറവുണ്ട്. പിന്നെ ആളുകളുണ്ട്, അത്യാവശ്യം നല്ല ആളുണ്ട്. പിന്നെ നല്ല അന്തരീക്ഷമായിരുന്നു. പിന്നെ ഭഗവാനെ തെടുമ്പ് എടുത്തുകൊണ്ട് എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. മോൻ ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മോൻ ആനയെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും, അമ്മയും ഞാനും അപ്പയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയൊക്കെ നിൽക്കുമായിരുന്നു. നല്ല അന്തരീക്ഷമായതുകൊണ്ട് എല്ലാം നല്ല മംഗളമായിട്ട് നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലം വെച്ചിട്ട് അവിടുന്ന് പിന്നെ പെയ്യെ ആനയും കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്തിറങ്ങി മറ്റുള്ള കെട്ടുകാഴ്ചകളെ വരവേൽക്കാനായിട്ട് ആന മുന്നോട്ട് നീങ്ങി പോവുകയാണ്. പിന്നീട് ഞാനും മോനും അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് കാണുകയും അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഗാനമേളയ്ക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതപ്പം ഗാനമേളയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നിരുന്നത്. അപ്പം മോന് ചെറിയ വയ്യായ്മ പോലെ തോന്നി, അവനൊരു പനിയുടെ ലക്ഷണം പോലെ തോന്നിയോണ്ട് ഞങ്ങൾ അവിടുന്ന് കെട്ടിയാഴ്ചകളൊക്കെ എങ്ങനെയെങ്കിലും കണ്ടേച്ച് വരാനുള്ള പ്ലാനായിട്ട് അവിടെ ഇരുന്ന്. അങ്ങനെ ഒരു കസേര ഇട്ട് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇരുന്ന്. അങ്ങനെ ഫ്ലോട്ടും കെട്ടുകാഴ്ചകളും വരവേൽക്കാൻ ആന മുന്നോട്ട് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന വരുന്ന കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീങ്ങി മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടുകാഴ്ചകൾ ഏതൊക്കെയാണ് കണ്ടറിഞ്ഞേച്ച് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇനി വരുന്ന മാസങ്ങളെല്ലാം പല ഭാഗങ്ങളും പലയിടത്തായിട്ട് ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണല്ലോ. അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പല പൂരങ്ങളും ഉണ്ട്. അപ്പം എല്ലായിടത്തും ഒന്നും നമുക്ക് ഓടിയെത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ തൊട്ടടുത്തതൊക്കെ കണ്ട് ആസ്വദിക്കാം, അതേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പം നല്ല തിരക്കായി കേട്ടോ. ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഗാനമേളയൊക്കെ 9 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായി. പിന്നെ കെട്ടുകാഴ്ചകളെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തെയ്യവും പടയണിയും പിന്നെ പല കലാരൂപങ്ങളും അങ്ങനെ പല രൂപങ്ങളും ഉണ്ടായിരുന്നു. അത് ഓരോന്നോരോന്ന് ഞങ്ങൾ കണ്ട് എല്ലാം കണ്ടേച്ച് ഓരോന്ന് കണ്ട് തന്നെ ഞങ്ങൾ സമയം കഴിച്ചു. ലൈറ്റ് ഫ്ലവർ കൊണ്ടുള്ള കലാരൂപം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ട് ലൈറ്റിൽ ഇത് തിളങ്ങി രാത്രിയിൽ ഇത് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ. അങ്ങനെ ഇതിൻ്റെ പല കളറിലെ കലാരൂപങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ തൊട്ടടുത്ത് നേരിട്ട് നിന്ന് നിങ്ങളത് പോയി കണ്ട്. ഞാനും മോന് നേരിട്ട് അത് കാണണമെന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് നിന്ന് അവൻ കണ്ട്. അങ്ങനെ അവന് പേടിയൊന്നുമില്ല കേട്ടോ. അവന് ഒരു കലാരൂപങ്ങളും കണ്ടിട്ട് പേടിയൊന്നുമില്ല. അവൻ അടുത്ത് ചേർന്ന് നിന്ന് കാണാനാണ് അവനിഷ്ടം. അങ്ങനെ അവനതെല്ലാം കണ്ട് ആസ്വദിച്ച്. കുറേ കരടികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് അവൻ ആസ്വദിക്കുമായിരുന്നു. അവൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കണ്ട്. മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. പിന്നെ കുറേ ബലൂണുകളും പിന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ മുന്നിൽ വരുമല്ലോ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി.
അങ്ങനെ അവനെ അത് കണ്ടപ്പോൾ അവന് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ നിന്ന ഭാഗത്ത് നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്നപ്പം അതിനെ ഓരോന്നൊക്കെ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ അങ്ങ് നേരം പോയി. അങ്ങനെ എന്തുവായാലും ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ അങ്ങ് നിൽക്കാൻ ഒക്കാത്ത രീതിയിലായിപ്പോയി. ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നല്ല ജനമായിരുന്നു, നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. പിന്നെ അപ്പയും അമ്മയൊക്കെ എവിടെ കൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ മാറി നിന്നുകൊണ്ട് ഞാനും കുഞ്ഞുമൊക്കെ ഈ ഫ്ലോട്ടൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. പിന്നീട് ഓരോരോ ഫ്ലോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഫ്ലോട്ടിൽ പറയുന്നത് മഹാദേവൻ പരമശിവനും മഹാദേവി പാർവതിയുടെയും യഥാർത്ഥ രൂപം കാണിക്കണമെന്ന് ഗണപതി പറയുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥ രൂപം ജനങ്ങളെ, അതായത് മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ളത് ഗണപതി ഭഗവാൻ ആവശ്യപ്പെടുമ്പോൾ ആ രൂപം പാർവതി ദേവി യഥാർത്ഥ രൂപം കാണിക്കുകയാണ്. അത് കഴിയുമ്പോൾ അടുത്തത് പരമശിവൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നു. അതായിരുന്നു ഈ ഫ്ലോട്ടിലുള്ള സീന്. പിന്നെ ഓരോരോ ഫ്ലോട്ടുകൾ മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഈ ഫ്ലോട്ട് കണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലോട്ട് തൊട്ട് പുറകെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നും മാറിയും തിരിഞ്ഞും അങ്ങോട്ടൊക്കെ നിന്ന് കുഞ്ഞിനെ കാണിക്കുകയും ഞാൻ അവിടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങളത് കണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ എന്നെക്കൊണ്ട് ഒക്കുന്നതൊക്കെ ഞാൻ പകർത്തി. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ, ഏതൊരു ഫ്ലോട്ടും നല്ല ഹൈറ്റിൽ പൊക്കുമ്പോൾ തീ കൊടുക്കുന്നത്. അതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. തീ ഇങ്ങനെ കത്തുന്നത് കാണാനും അതിൻ്റെ ഓരോ ഡിസൈനുകളായിട്ട് കൊടുക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്ന് കേട്ടോ. മോളെയും ചേട്ടൻ്റെ മക്കളെയും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അവർക്ക് ചേട്ടൻ്റെ മക്കൾക്ക് പരീക്ഷയായിരുന്നു. മോൾക്ക് പനിയുടെ ഒരിതും ഉണ്ടായിരുന്നു. പിന്നെ പരീക്ഷയായതുകൊണ്ട് ഉത്സവത്തിന് ഞാൻ കൊണ്ടുപോയില്ല. ഈ കെട്ടുകാഴ്ചകൾ, ഈ ഫ്ലോട്ടുകളൊക്കെ കാണാനും അതിൻ്റെ ആ രൂപങ്ങളൊക്കെ കാണാനും ആൾക്കാർ നല്ലോണം തടിച്ചു കൂടി ഇരിപ്പുണ്ട്. നല്ല ജനമായി. 9:30 ആയപ്പോഴത്തേക്കും നല്ല തിരക്കായി അമ്പലത്തിൽ. പിന്നെ ആ കടയിൽ കയറി മോൾക്ക് കമ്മലും വളയും മാലയൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനും വാങ്ങിച്ചു. പിന്നീട് കെട്ടുകാഴ്ചകൾ ഓരോന്നും വരുന്നത് ഞങ്ങൾ കണ്ടും അവിടെ ഇവിടെയൊക്കെ മാറിയൊക്കെ നിന്നും പിന്നെ അമ്മയും അപ്പയുടെയൊക്കെ അടുത്ത് പോയി നിന്ന് പിന്നെ അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. പിന്നീട് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ പോവുകയായിരുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടണും ചെയ്യാൻ മറക്കില്ലേ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഉടനെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ.